ഇസ്രായേൽ ബന്ദികളെ മുഴുവൻ ഉടൻ മോചിപ്പിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് നൽകിയിരിക്കുന്ന അന്ത്യശാസനം. മരിച്ചവരുടെ മൃതദേഹങ്ങളും ഒട്ടും വൈകാതെ കൈമാറാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. കൂടെ ഹമാസ് നേതാക്കൾക്ക് ഗസ വിടാനുള്ള മുന്നറിയിപ്പും. ദൗത്യം പൂർത്തിയാക്കാനുള്ള എല്ലാ സഹായവും ഞങ്ങൾ ഇസ്രായേലിലേക്ക് അയക്കുകയാണ്. ഞാൻ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ ഒറ്റ ഹമാസ് നേതാവും ബാക്കിയുണ്ടാകില്ല. ഗസക്കാരോട് പറയാനുള്ളത് മനോഹരമായ ഭാവിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പക്ഷേ ആ ബന്ദികളെ പിടിച്ചു വയ്ക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ തീർന്നു. ബുദ്ധിപൂർവ്വം തീരുമാനമെടുക്കുക, ഇല്ലെങ്കിൽ വൻ വിനാശമായിരിക്കും നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. ഇങ്ങനെ പോകുന്നു ട്രംപിന്റെ പുതിയ ഭീഷണികൾ. ഫലസ്തീനികളെ മുഴുവൻ ഒഴിപ്പിച്ച് ഗസയെ അമേരിക്ക നേരിട്ട് ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് പുതിയ ഭീഷണി. ഗസയെ പശ്ചിമേഷ്യയുടെ റിവിയേറയാക്കി മാറ്റുമെന്നായിരുന്നു അവകാശവാദം. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള റിയൽ എസ്റ്റേറ്റ് ഡീലാണിതെന്നും ഒരു സങ്കോചവുമില്ലാതെ വിളിച്ചു പറഞ്ഞിരുന്നു ട്രംപ്. എന്നാൽ സഖ്യകക്ഷികൾ ഉൾപ്പെടെ ലോകം എങ്ങുനിന്നും വൻ വിമർശനം ഉയർന്നതോടെ നിലപാട് മയപ്പെടുത്തി. ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നും തന്റെ പദ്ധതി അടിച്ചേൽപ്പിക്കില്ലെന്നുമായി ഒടുവിൽ ട്രംപ്. ഇതിനിടെ അന്ത്യശാസനം ഹമാസ് തള്ളുകയും ചെയ്തിരുന്നു. ഭീഷണിയും വെല്ലുവിളികളും ഇങ്ങനെയൊക്കെ തുടരുമ്പോഴും അമേരിക്ക ഹമാസുമായി രഹസ്യ ചർച്ച നടത്തുന്നതായുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബന്ദിമോചനവും യുദ്ധം അവസാനിപ്പിക്കാനുള്ള വിശാലമായ കരാറും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണത്രേ ഹമാസ് നേതാക്കളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് ആണ് US വൃത്തങ്ങളെ ഉദ്ധരിച്ച ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഹമാസുമായി US നേരിട്ട് ചർച്ച നടത്തുന്നത് പല കാരണങ്ങളാൽ അസാധാരണമാണ്. 1997 അമേരിക്ക ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ സംഘടനയാണ് ഹമാസ്. അതിനുശേഷം ഹമാസ് നേതാക്കളുമായി US ഔദ്യോഗിക വൃത്തങ്ങൾ ഒരിക്കലും നേരിട്ട് ചർച്ച നടത്താറില്ല. ഈ കീഴ്വഴക്കമാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം US പ്രസ് സെക്രട്ടറി കരോളിൻ ലീവിറ്റും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇസ്രായേലുമായി ആലോചിച്ച ശേഷമായിരുന്നു ചർച്ചയെന്നാണ് അവർ വിശദീകരിച്ചത്. ബന്ദി വിഷയത്തിനായുള്ള US പ്രസിഡന്റിന്റെ പ്രത്യേക ദൂതനായ ആദം ബോഹ്ലറാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിലെത്തി ഹമാസ് നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത്. കഴിഞ്ഞ ആഴ്ചകളിലായിരുന്നു ചർച്ച. ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തുന്നതിനെ കുറിച്ച് ട്രംപ് ഭരണകൂടം നേരത്തെ ഇസ്രായേലുമായി കൂടിയാലോചന നടത്തിയിരുന്നു. എന്നാൽ ദോഹ ചർച്ചയുടെ വിശദവിവരങ്ങൾ മറ്റു വഴികളിലൂടെയാണ് ഇസ്രായേൽ അറിയുന്നത്. അമേരിക്കൻ പൗരന്മാരായ ബന്ദികളുടെ മോചനം സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. എന്നാൽ ബാക്കിയുള്ള മുഴുവൻ ബന്ദികളുടെയും മോചനം, ദീർഘകാലത്തേക്കുള്ള വെടിനിർത്തൽ കരാർ തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയായതായാണ് US വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇക്കാര്യത്തിൽ അന്തിമ കരാറിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഈ ആഴ്ച ദോഹ സന്ദർശിക്കാനിരുന്നതാണ്. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്താൻ വേണ്ടിയായിരുന്നു സന്ദർശനം നിശ്ചയിച്ചത്. എന്നാൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ പുരോഗതി ഒന്നുമില്ലെന്ന് പറഞ്ഞ് യാത്ര റദ്ദാക്കിയിരിക്കുകയാണ്. 1.5 വർഷത്തോളം നീണ്ട ഗസ ആക്രമണത്തിന് താൽക്കാലിക വിരാമമിട്ട വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കിയതിനു പിന്നിലും പ്രധാന പങ്കുവഹിച്ചയാളാണ് വിറ്റ്കോഫ്. US അധികാരമേൽക്കും മുൻപ് തന്നെ ട്രംപ് നേരിട്ടാണ് അദ്ദേഹത്തെ ചർച്ചകൾക്കായി ഖത്തറിലേക്ക് അയക്കുന്നത്. വിറ്റ്കോഫ് അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേലിലും എത്തുമെന്ന റിപ്പോർട്ടുകളുണ്ട്. താൻ എത്തും വരെ ഒരു തരത്തിലുള്ള പ്രകോപനവും പാടില്ലെന്നും വെടിനിർത്തൽ കരാർ പൂർണ്ണമായി പാലിക്കണമെന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇസ്രായേലിനോട് നിർദ്ദേശിച്ചിരുന്നു. 59 ബന്ദികൾ ഇനിയും ഗസയിൽ ഹമാസിന്റെ പിടിയിൽ കഴിയുന്നുണ്ട്. ഇതിൽ 35 പേരും മരിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെടുന്നത്. 22 പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും 2 പേരുടെ സ്ഥിതി എന്താണെന്ന് അറിയില്ലെന്നും ഇസ്രായേൽ ഇന്റലിജൻസ് വിഭാഗവും അറിയിക്കുന്നു. 5 അമേരിക്കക്കാരും മോചിപ്പിക്കാൻ ബാക്കിയുള്ള ബന്ദികളുടെ കൂട്ടത്തിലുണ്ട്. 42 ദിവസം നീണ്ട ആദ്യഘട്ട വെടിനിർത്തൽ കരാർ കാലാവധി മാർച്ച് 2 അവസാനിച്ചിരുന്നു. രണ്ടാം ഘട്ടത്തിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും ഒരു രൂപത്തിലെത്തിയിട്ടില്ല. എന്നാൽ റമദാൻ തീരും വരെ ആദ്യഘട്ടം തുടരാനുള്ള അമേരിക്കൻ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചതായാണ് വിവരം. ഇതിനിടയിൽ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നും നെതന്യാഹു ഭരണകൂടം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ 1ാം ഘട്ടം നീട്ടിക്കൊണ്ടു പോകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് ഹമാസ്. മധ്യസ്ഥ ചർച്ചയിലെ തീരുമാനപ്രകാരം 2ാം ഘട്ടത്തിൽ മാത്രമേ എല്ലാ ബന്ദികളെയും ഒറ്റത്തവണയായി മോചിപ്പിക്കൂ എന്നാണ് സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്.